അതെ, ബാങ്ക് ബാങ്ക് ബാങ്ക്. എവിടെയാണ് ക്ലീറ്റസ് ഇത്? 8 മാസമായ ബാങ്കിൻ്റെ ലോണിൻ്റെ കുടിശ്ശിക. അറിയാം സർ. ബാങ്ക് ആക്ഷൻ എടുക്കാൻ പോവാണ്. ഞാനധികം വൈകാതെ അടയ്ക്കാം. ക്ലീറ്റസേ, നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ച് പറയുക, ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. എടോ, താനൊരു കാര്യം ചെയ്യും, 4-5 മാസത്തെങ്കിലും അടയ്ക്കാൻ നോക്കും. ബാക്കി നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ? നമുക്ക് ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്ത് കാര്യത്തിന്? നഷ്ടമൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ സാറേ, ഞാൻ സാറിൻ്റെ ജീവിത വിജയത്തിന് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. വെരി ഗുഡ്. എന്താ പേര്? എൻ്റെ പേര് മധുസൂദൻ. പറയൂ മിസ്റ്റർ മധുസൂദൻ. സാർ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഒരുപാട് സാമ്പത്തികവാദികളെ കൂടിയിട്ടേ എനിക്കിപ്പോൾ ഓഫർ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ പ്രശ്നമുണ്ട്. എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്തൊരു പണിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്നെങ്കിൽ എനിക്ക് ഓഫർ സ്വീകരിച്ച് എൻ്റെ ലയബിലിറ്റീസൊക്കെ തീർക്കാം, അല്ലെങ്കിൽ എനിക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ധൈര്യമായിരിക്കൂ. ടേക്ക് എ ഡീപ് ബ്രീത്ത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട യാതൊരു കാര്യവുമില്ല. ബ്രീത്ത് വിട്ടോട്ടെ സാർ. ഏറ്റെടുത്ത ജോലി കൃത്യമായി ചെയ്ത് നിങ്ങളുടെ ലയബിലിറ്റീസ് തീർക്കൂ. അതാണ് ചെയ്യേണ്ടത്. തിങ്ക് പോസിറ്റീവ്. ചായ ഇന്നും കട്ടൻ. ജീവിതം അങ്ങോട്ട് നിറഞ്ഞു തുളുമ്പട്ടെ. ഹലോ മിസ്റ്റർ മധുസൂദൻ, മനസ്സിലാവുന്നുണ്ടോ? ഓ, മനസ്സിലാവുന്നുണ്ട് സാർ. അവസരങ്ങൾ എപ്പോഴും നമ്മെ തേടി വരില്ല. വന്ന അവസരങ്ങളോട് യെസ് പറയുക. യെസ് യെസ് സർ. പിന്നെ മിസ്റ്റർ മധുസൂദൻ, നിങ്ങൾ പിടിച്ചു പറിക്കാനോ കൊലപാതകം ചെയ്യാനോ ഒന്നും അല്ലല്ലോ പോകുന്നത്. ഇല്ല സാർ, ഒരിക്കലും ഇല്ല. അയ്യോ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ അടുത്ത ആഴ്ച നമ്മുടെ അഡ്വാൻസ് കോഴ്സ് തുടങ്ങുന്നുണ്ട്. തീർച്ചയായും പങ്കെടുക്കാം സാർ. താങ്ക് യു താങ്ക് യു സാർ. ഓക്കെ ഓക്കെ ഓക്കെ. താനത് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞുകൊണ്ട് കിടക്കാണോ? അതേ, നമ്മുടെ ജോസിന്റെ പെങ്ങളെ കല്യാണം ഉറച്ചു. പെട്ടെന്ന് നടക്കുന്നാ പറഞ്ഞേ. ആ സ്വർണത്തിന്റെ കാര്യം 2 ദിവസത്തിനകം ശരിയാക്കാം. പറ്റിയ സമയം. ഇതും കൂടെ ചേർത്തിപ്പോൾ 15 ലക്ഷം. നിങ്ങൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ സമയവും ഞാൻ തന്നു. ആ സമയം കഴിഞ്ഞു പോയല്ലോ ക്ലീറ്റസേ. സാർ, ഞങ്ങൾ പരമാവധി ശ്രമിക്കും. നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നല്ല, ബട്ട് ഐ വോണ്ട് റിസൾട്ട്. ഈ 15 ലക്ഷം രൂപ സിറ്റിയിൽ ഏതെങ്കിലും ഒരു കൊട്ടേഷൻ ടീമിന് കൊടുത്താൽ എനിക്കതിൻ്റെ നൂലാമാലകൾ അറിയാം ക്ലീറ്റസ്. അവർക്ക് വേണമെങ്കിൽ അത് വെച്ച് ആജീവനാന്ത ബ്ലാക്ക്മെയിൽ ചെയ്യും. അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഒരു കേസിൽ പോലീസിൻ്റെ കയ്യിൽ പെട്ടാൽ ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് പുറംലോകം പറഞ്ഞ പിന്നെ എനിക്കെൻ്റെ മകളെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. സാർ, ഞങ്ങൾ ചെയ്തോ. ഒരു 2 ആഴ്ച, 2 ദിവസം. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ മനീഷ് അവൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ദുബായിലേക്ക് പോകും. ചിലപ്പോൾ അവനോട് സെറ്റിൽ ചെയ്യും. Then what?
സൈഡിൽ നിന്ന് പ്രൊഡ്യൂസർ വിളിക്കുന്നു, ഞാൻ അമ്മയെ കാണാൻ പോയിട്ട് ഒരാഴ്ചയായി. എടി എനിക്കൊരു കാര്യത്തിൽ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജീന, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, പക്ഷെ നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നു. മനീഷിന്റെ ദുബായ് പ്രോഗ്രാമിന്റെ കാര്യം നീ ഡാഡിയോട് പറഞ്ഞോ? മനീഷ് കുറച്ചുകൂടി നല്ല പൊസിഷൻ എത്തുമ്പോ ഡാഡി ഹാപ്പി ആവും. നീ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്ക്. ഡാഡി, എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. നീ എന്റെ ഭാഗത്തൊന്നും കൂടെ ആലോചിച്ച് നോക്ക്. ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ പോയിട്ട് വഴിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ വരുമോ ക്ലീറ്റസേ? എടോ ഗിരി, അവന് വരാൻ പറ്റില്ലെങ്കിൽ അപ്പം തന്നെ പറഞ്ഞേനില്ലേ? അതും കറക്റ്റാണ്. അത് ശരി, നിങ്ങളുടെ പെരുന്നാൾ ഇനിയും കഴിഞ്ഞില്ലേ? ഒന്നും പറയാനില്ല മനുഷ്യ, പള്ളി പെരുന്നാളിനാകെ നാട്ടിൽ പോണത്. അടിച്ച് വിറ്റായി വണ്ടി എടുക്കാൻ പറ്റുക. അത് പിന്നെ കൊടുക്കാത്ത പെട്രോളിംഗ് അല്ലേ? വിളിച്ചത് ബുദ്ധിമുട്ടായോ? ചുമ്മാ പാതിരാത്രിക്ക് നിന്ന് ഫോർമാലിറ്റിക്കകത്ത് ചേട്ടന്മാർ വന്ന് വണ്ടി കയറി പോലെ വാ. ഇത് പിടിച്ചു തണ്ടാക്കി കയറ്, ഞാൻ ഫ്രണ്ടിൽ കയറാം. ആ പോയേക്കാം അല്ലേ? ഓ, എത്ര കാലമായെന്നറിയോ ഒരു പള്ളി പെരുന്നാളിനൊക്കെ പോയിട്ട്. ഓഹ്, കുഞ്ഞിലെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ആണോ? വെടിക്കെട്ടും ബാൻഡ് മേളവും ഉണ്ടായിരുന്നു ഇന്ന്. ബാൻഡുകളോ? ആ, മാനസങ്ങളിൽ പാടിക്കാണോ അല്ലേ? ഏ അതെന്താണ്? അവരുടെ ഒരു ഫേവറേറ്റ് ഐറ്റം അല്ലേ മാനസങ്ങളിൽ? ഓ, ബാൻഡുകൾ. അയ്യോ, കേട്ടിട്ടില്ലേ? ധ്വനിയിലെ പാട്ടാണ്, അടിപൊളിയാണ്. മാനസ നിലയിൽ ആ എങ്ങനെയുണ്ട്? അല്ല, ഈ ശ്രീകുമാർ സാറിനെ നിങ്ങൾക്കറിയോ? ശ്രീകുമാർ സാറിനെ അറിയോ? എന്താ വിഷയം? അല്ല, ഞാൻ സാറിനെ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ. പുള്ളിയുടെ വണ്ടി എൻ്റെ വർക്ക്ഷോപ്പിലാണ് ശരിയാക്കുന്നത്. ഓക്കെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേ? ഇല്ല, ഒന്നുമില്ല, അത് ശരിയാവില്ല. ഏയ്, ഒന്നുമില്ല. എന്ത്? ഒരു സെക്കൻഡ്, മൂത്രമൊഴിക്കട്ടെ. ഓ, അവനെന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും. ഉണ്ടാവും. അല്ലാണ്ട് അവനങ്ങനെ ചോദിക്കുമോ? ഇനി എന്ത് ചെയ്യും? ചെയ്തല്ലേ പറ്റൂ. ഇനി നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടില്ല. എന്തായാലും ചെയ്യണം.
മോളെ, ഞാനൊരു തീരുമാനമെടുത്തു. നിന്റെയും മനീഷിൻ്റെയും കാര്യത്തിൽ നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ. ഡാഡി ശരിക്കും? മനീഷിനോട് ഇതിപ്പോൾ പറയാൻ നിൽക്കണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഭക്ഷണം എടുത്ത് വയ്ക്കുക, നമുക്ക് ഒരുമിച്ച് വയ്ക്കാം. ഓക്കെ ഡാഡി. അപ്പൊ ജീനയെ അറിയായിരിക്കുമല്ലോ അല്ലേ? അതാരാ? ശ്രീകുമാർ സാറിന്റെ മോള് ജീന. ഓ ഹോ ഹോ. എൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് കേട്ടോ. കുറച്ച് കാലമായിട്ട് റിലേഷൻഷിപ്പില്ല. സാറിനത് അത്ര താല്പര്യമില്ല. പിന്നെ ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാട് അല്ലേ? ശ്രീകുമാർ സാറിനോട് സംസാരിച്ചു നോക്കിക്കോട്ടെ. ഞാനത് ആലോചിച്ചു, ശരിയാവില്ല. ഹലോ മോനെ മനു, അമ്മാനാടാ. അമ്മയ്ക്ക് നല്ല സുഖമില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എവിടെ? മേരിമാതയിലാണോ? അതേ മോനെ, മോൻ പെട്ടെന്ന് വരണം, ഐസിയുല. ഗതികെട്ട പുലി പുല്ലു തിന്നു, പുല്ലു തിന്ന പുലിക്കുന്ന പുലിവാല്. ജാനകിയുടെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലേ? ആളെ കൊല്ലല്ലാതെ വേറെ എന്തെങ്കിലും പണി വരുമോ സാർ? അവനൊരു പാവം പയ്യനാ സാറേ. നിങ്ങൾക്ക് അവനെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു അല്ലേ? അവനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാർ ഇന്നലെ ഞങ്ങൾ ഫുൾ പ്രിപ്പയർഡ് ആയിരുന്നു. സാറിൻ്റെ മോളവൻ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? അവനവൻ്റെ അമ്മയെ നോക്കണതാണ് സാർ. സാറിൻ്റെ മോളവൻ പൊന്നു പോലെ നോക്കും. നിങ്ങളെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എൻ്റെ പണം, സാറിൻ്റെ പണം ഞങ്ങൾ തരും. അതിപ്പോൾ ആരെ കൊന്നിട്ടായാലും. മനീഷ് നല്ല പയ്യനാ, മിടുക്കന. ചേട്ടാ, അമ്മയെ റൂമിലേക്ക് മാറ്റി കേട്ടോ. ആ പിന്നെ ജീന വിളിച്ചായിരുന്നു. അവളുടെ ഡാഡി ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചെന്ന്. ഓ കലക്കിലോ. പിന്നെ അപ്പൊ എന്തായാലും ഇന്ന് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? പൊളിക്കാം നമുക്ക്. അപ്പൊ കിരിച്ചേട്ടനോടും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. ഓ ശരി ശരി ശരി, ഞാൻ തിരിച്ചെത്തിയിട്ട് വിളിക്കാം. ഓ എടോ, ആ ശ്രീകുമാർ സാർ തങ്കപ്പെട്ട മനുഷ്യനാടോ. ആള് കല്യാണത്തിന് സമ്മതിച്ചു. ആണോ? ആ, അവന്റെ അമ്മയെ സുഖായി. പിള്ളേര് ഭയങ്കര ഹാപ്പി ആട്ടോ. കല്യാണം രസമുള്ള പരിപാടിയല്ലേ? കഴിച്ചു നോക്ക്. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ.
എൻ്റെ ഭാര്യ. ആ ഹലോ, എന്തൊക്കെയുണ്ട്? ചേട്ടൻ എവിടെയാ? എന്താ വിളിച്ചിട്ട് എടുക്കാത്തെ? ഞാൻ ഭയങ്കര തിരക്കായി പോയി. നീ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴാണൊന്ന് ഫ്രീ ആയത്? ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് വരാം, വിളിച്ചിട്ടേ. വരണേ. ആ ശരി. ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോടോ. ഭാര്യയുടെ പേര് മോളൂന്ന്. ഇല്ല, അതെന്റെ മൊബൈൽ എടുത്ത് അവളെ സേവ് ചെയ്ത് വെച്ചാ. ശരിക്കും കല്യാണം ഒരു കലക്കം പരിപാടിയാണ് അല്ലേ? കാറ്റും കൊണ്ടിരിക്കുക ആശാര്. ക്ലീറ്റസേ, നിന്നെ ഇപ്പൊ കാണാൻ കിട്ടുന്നില്ലോടെ. ഓ, നമ്മളോട് എന്റെ കാറോടെ. കാർ ഞാൻ വിറ്റ് ജീവിച്ചു പോയിക്കോട്ടെ. ഉവ്വ നിങ്ങൾ പൂത്ത കാശുണ്ടാക്കിയവരൊക്കെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അവിടെ അറിഞ്ഞോ? പിന്നെ നമ്മൾ തമ്മിൽ ചില പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അത് വിട്ടുകളാ. എടാ, ഫണ്ട് ഓവർഫ്ലോ ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് താ. പലിശാരാടാ. നീ പൊക്കോ, കുറച്ച് സന്തോഷിച്ചിരിക്കുക. അതെ, പോട്ടെടാ ക്ലീറ്റസേ. ശരിയെന്നാ. ഒരു ഉളുപ്പില്ലാത്ത നാറികളല്ലേ. പലിശയുടെ പലിശയും കൊണ്ട് ഉണ്ടാക്കിയ കാശാ. ക്ലീറ്റസ്, അല്ല സാർ, ബൈക്കുണ്ട്. അയാളെ പുറകെ വന്നാൽ മതി. താങ്കർ പിന്നല്ലോ. ഓ, വരൂല്ലേ? വരാം. ഞാനൊന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയും. ആലോചിക്കാൻ കുറച്ച് സമയം തന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മകളെ അവന് തന്നെ കൊടുത്തേനെ. പക്ഷെ ഞാനൊന്ന് എതിർത്തപ്പോഴേക്കും ഹീസ് എ ബോൺ ക്രിമിനൽ. അല്ലെങ്കിൽ എന്നോടും എൻ്റെ മകളോടും അവനിത് ചെയ്യില്ലായിരുന്നു. $1 കോടി അവൻ എന്നോട് ചോദിച്ചത്. എന്തിനാ? ബ്ലാക്ക് മെയിലിംഗ്. കഴിഞ്ഞ 1 മാസമായിട്ട് അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. സഹിക്കാൻ പറ്റാത്ത ടോർച്ചറിങ് ആണ്. ഈ പെൻഡ്രൈവ് അവൻ എനിക്ക് തന്നതിന് ശേഷം ഇതിലെന്ത്? അതിലെന്തോ വീഡിയോ ആണ്. അവൻ്റെയും എൻ്റെ മോളുടെയും. സാറിനത് മോളോട് പറഞ്ഞോടെ? അവള് പിന്നെ അത് മനീഷിനോട് ചോദിച്ചാൽ ആ പെൻഡ്രൈവിലുള്ളത് ലോകം മുഴുവൻ കാണും. അവനതെന്നോട് പറഞ്ഞിട്ടുണ്ട്. സർ, ഞങ്ങളിപ്പോ പ്ലീസ്. എടി, നീ എവിടെത്തി? വേഗം വാ. ഒന്നും വാങ്ങണ്ട, നീ വേഗം നീ എത്തിയാ മതി. ശരി. എത്തി. എന്താ ചേട്ടന്മാരെ പ്രശ്നം? ചേട്ടന്മാരെ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്തിനാ
എന്നെ അടിക്കുന്നതെന്ന്? അത് നിങ്ങൾ കാര്യം പറ. ജീന, ഇതെന്താ ബ്ലഡ്? ഒന്നുമില്ല, നീ വാ. മനീഷ്, ജീന, നീ വാ. നീ എന്താ പറ്റിയത് പറ. ഞാൻ പറയാം, നീ വണ്ടി കയറി. വണ്ടി എടുക്കും, വണ്ടി എടുക്കും. ഇവൻ കാണിച്ച വൃത്തിയാണ് എന്താണെന്നറിയോ? അറിയോ? എനിക്കറിയാം. പ്ലീസ് 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 പ്ലീസ്. ജീന, ജീന, നമുക്കിത് വേണം. I'm really not sure about this. ഇപ്പൊ നീ ഇത് ചെയ്യേ. We'll see later. മാരേജിന്റെ കാര്യം പറഞ്ഞപ്പോ ഡാഡി സമ്മതിച്ചില്ല. ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി. ഡാഡിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. മനീഷിന്റെ ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ ഡാഡിക്കൊരു പ്രശ്നമായിരുന്നു. ആ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനും തോന്നിയത്.
അങ്ങനെ ചെയ്ത ഡാഡി സമ്മതിക്കുന്ന ഞങ്ങൾ കരുതിയത്. ആ മനുഷ്യന്റെ സങ്കടം എന്താ നിനക്കറിയോ? നീ എന്തിനാണോ ഒരുപാട് ചോദിച്ചത്? ചേട്ടാ ഞങ്ങളത് അങ്ങനെ ഉദ്ദേശിച്ചു നീ ചോദിച്ചില്ല, നീ പൈസ ചോദിച്ചോ ഇല്ലയോ? അത് എന്റെ സെൽഫിഷ്നെസ് ആയിരുന്നു. ഞങ്ങൾക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം, അത് ആവശ്യമായിരുന്നു. സർ, പിള്ളേർക്കെല്ലാം കുറ്റബോധമുണ്ട്. മോളോട് ദേഷ്യം തോന്നരുത് സാർ. ഇനി എന്താ നിങ്ങളുടെ പരിപാടി? സാറിന് തരാറടക്കമുള്ള കടങ്ങൾ കുറേ ഉണ്ട്. അത് തീർക്കണം. കുറച്ചാണെങ്കിലും കടം ബാക്കി നിന്നാൽ അത് പെരുകും. ജീവിതത്തിൽ ഇനി ഒരിക്കലും മനസ്സമാധാനം തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച ആളാണ് ഞാൻ. അതെനിക്ക് തിരിച്ചു തന്നത് നിങ്ങളാ. പണം ഞാൻ തരാം. വേണ്ട, അത് ശരിയാവില്ല സർ. മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. മോളുടെ കാര്യം ഒരു മകളും ഒരച്ഛനോട് ചെയ്യാൻ പാടില്ലാത്തല്ലേ അവൾ എന്നോട് ചെയ്തു. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങനെ അവസാനിച്ച കാര്യങ്ങള്. സാറേ വേണ്ട ചേട്ടാ, കുറച്ച് കഴിയുമ്പോൾ ശ്രീനിവാസ് സാറ് സമ്മതിക്കുമായിരിക്കും പിള്ളേരെ. സാറേ, ഞാൻ അന്ന് തന്ന ലോട്ടറി ഇല്ലേ, അങ്ങ് കടിച്ച്. ലോട്ടറി അടിച്ചാ? ആ ലോട്ടറിയുടെ ഞാനന്ന് പറഞ്ഞു നിങ്ങൾക്ക് അടിക്കുന്നു. എൻ്റെ കൈ അങ്ങനെ മോശമായിരുന്നില്ല. എന്തായാലും ഇങ്ങ് ഭാഗ്യമുണ്ട്. വേടിക്ക്. കാണുന്നില്ല. ഇനി എന്ത്? കാണില്ലേ? ഇല്ല. അപ്പൊ ഇങ്ങ് ഭാഗ്യമില്ല. ഗിരിയേട്ടാ, ചോറ്റാനിക്കരാമയ്ക്കുള്ള മറക്കല്ലേ. കിട്ടിയോ? ഇത് തന്നെയാണ് സാധനം. 3000 റുപ്യ അടിച്ചേ. ഇത് 3000 രൂപ? 2970 റുപ്യ ലാഭല്ലേ? 30 റുപ്യല്ലേ മുടക്കിയുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും നല്ല മനുഷ്യന്മാരുണ്ടോ? എന്തായാലും ഇവർക്ക് നല്ലത് വരട്ടെ. ശ്രീകാന്ത്, ഇങ്ങനെ തെറി വിളിക്കല്ലേ. നിങ്ങളെ വിളിക്കാനായി ഞാൻ ഫോൺ എടുക്കുകയായിരുന്നു. എനിക്ക് കുറച്ച് സാവകാശം തരണം. എന്റെ കയ്യിൽ കാശ് വന്നാൽ ഞാൻ ഉടനെ അവിടെ കൊണ്ട് എത്തിച്ചോളാം. വയ്ക്കല്ലേ. അതെ, ദൈവത്തെ ഓർത്ത് ക്ലാസ് നടക്കുമ്പം അവിടെ കയറി വന്ന് പലിശ കാശ് ചോദിക്കല്ലേ. നാളെ കേടാ. ജീവിത വിജയത്തിന് കൃത്യസമയത്ത് സ്വർണ്ണ പറയണം. അടിപൊളി.